അതിൽ ഏറ്റവും അങ്ങ് പറഞ്ഞല്ലോ ബാലുവായിട്ടായിരുന്നു ഏറ്റവും ബാലുവായിട്ടാണ്. പക്ഷെ ബാലു അവിടുന്ന് ഏകദേശം വളരെ വളരെ നിരാശനായിട്ട് അവിടുന്ന് ആ സെറ്റിൽ നിന്ന് പോവേണ്ടി വന്നു എന്നുള്ളത്. കാരണം ഇതൊക്കെ അത് കാരണം വേറെ ഒന്നുമില്ല, ഇവർ തമ്മിൽ വലിയ കമ്പനി ആയിരുന്നു. ബാലു നീലും കമ്പനി ആയിരുന്നു. അവർ നല്ല ചിരിച്ചും കളിച്ചും ഒരു വീട്ടിൽ കഴിയുമ്പോൾ അങ്ങ് കഴിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇവർ തമ്മിൽ എന്തോ ഒരു ഈഗ പ്രശ്നമുണ്ട്. കാരണം അത് ഈ പറഞ്ഞ ദിവസവും എനിക്കില്ലല്ലോ. അതെ, എനിക്ക് എന്നെ വിളിക്കുമ്പോൾ ഞാൻ പോവുക ചെയ്യുക, ഒരു 5-6 ദിവസം നിൽക്കുക വരിക, അത്ര തന്നെ. പിന്നെ വിളിക്കുന്ന ചിലപ്പോൾ അടുത്ത മാസം വരിക്കും, അടുത്ത മാസം വരിക്കും വിളിക്കുന്നത്. അപ്പം അങ്ങനെയാണ് സ്ഥിരം നമ്മൾ ക്യാമ്പിൽ കിടക്കുന്നില്ല. ക്യാമ്പിൽ കിടക്കുന്ന അവൻ്റെ കുടുംബം ബാലു, മീലു, കേശു, ശിവാനി, ലച്ചു ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് അവിടെ ക്യാമ്പിലുള്ളത്. അവർക്ക് സ്ഥിരമുണ്ട്, അവർക്ക് സ്ഥിരം. അല്ല, മാസത്തെ ആദ്യത്തെ 15 ദിവസമാണ്. അങ്ങനെയാണ് അത്. അങ്ങനെ 20 ദിവസം 15 അങ്ങനെ അത് ഈ ഡയറക്ടർ പറയും പോലെ. അപ്പം അവർ ഉള്ളതുകൊണ്ട് അവർക്ക് ഇതിനകത്തുള്ള കളി എന്താണെന്നുള്ളത് ഈ പറഞ്ഞ ഞാൻ മൊയിലങ്കയുമാണ് എന്താണ് പ്രശ്നമൊന്നൊരു പിടിയില്ല. പക്ഷേ ചെറിയ നിസ്സാര കാര്യമായിരിക്കും ഇവരെ അതിനെ പിടിച്ച് ഇത്രയും വലുതാക്കി. പക്ഷേ പ്രത്യക്ഷത്തിൽ ഇപ്പം നിലുവും ബാലുവും തമ്മിൽ ഇപ്പോഴും പിണങ്ങി പിരിഞ്ഞിരിക്കുകയാണ്. പരസ്പരം മിണ്ടുന്നില്ല. രണ്ട് രീതി, രണ്ടുപേര് വർഷമായിപ്പോയി. അവർ മിണ്ടുന്നില്ല, അവർ മിണ്ടത്തില്ല, എടുക്കത്തില്ല. കിണാറ് എങ്കിലും നേരത്തെയും ഇതിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു അമ്മായി ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു അവരും കുറച്ചു കാലം മാറി നിന്നു. അവരെ വീടുമായിട്ട് വേറൊരു വൃത്തിയായിട്ട ഒരു ഇത് ഇറങ്ങി പുള്ളിയില്ല. അപ്പൊ അതിനെപ്പറ്റി അവിടെ നമുക്കും ഒരു ഇതായിപ്പോയി. ഇത്രയും പ്രായം ചെന്ന ഒരു സ്ത്രീ ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഡയറക്ടർ പറഞ്ഞ് വേണ്ട, മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ മാറ്റിയാണ്. അത് അവരാരോ ചതിച്ചതാണ്, ചതിച്ചെന്ന് തന്നെ പറയാം. നീലുവിന്റെ കല്യാണത്തിന് അങ്ങേ വിളിച്ചിരുന്നു? നീലിന്റെ മോളെ കല്യാണം ഉണ്ടായിരുന്നു, ഞാൻ പോയിരുന്നു. മൂത്ത മോളെ കല്യാണം. എൻ്റെ കുട്ടികളാണ്, 2 പോയിരുന്നു. വലിയ ഭംഗി. അന്ന് അപ്പോഴൊക്കെ നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ കഴിയുന്നു.